മൂന്നാർ പഴയ മൂന്നാറിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി പരിമിതിക്ക് പരിഹാരമൊരുങ്ങുന്നു. പുതിയ ശുചിമുറി നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം സി നെൽസൺ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. കാലങ്ങളായി മതിയായ ശുചിമുറി സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. നിലവിൽ സ്കൂളിൽ ഒരു ശുചിമുറി മാത്രമാണ് ഉള്ളത്. 60 ആൺകുട്ടികളും 60 പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളിൽ ഒരേ ഒരു ശുചിമുറി പങ്കിട്ടുപയോഗിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇതുമൂലം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അധ്യാപകർ സമയം ക്രമീകരിച്ചാണ് ശുചിമുറി ഉപയോഗിക്കാൻ നൽകുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്കൂളിലെ ഈ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ പുതിയ ശുചിമുറി നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം സി നെൽസൺ പറഞ്ഞു. കുറേ കാലങ്ങളായിട്ട് കുട്ടികൾ പോകുന്നത് ഒരു ബാത്റൂമേ ഉള്ളൂ, ശുചിമുറി ഒരെണ്ണേ ഉള്ളൂ. അതിൽ ക്യൂ നിന്നാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ HM അടക്കം കുട്ടികളൊക്കെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയയിലും വന്നായിരുന്നു. ഞാൻ ചെന്ന് സ്കൂള് നോക്കുകയും ചെയ്തു. നോക്കിയിട്ട് HMനോടും പറഞ്ഞു. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് 15 ലക്ഷം രൂപ ടോയ്ലറ്റ് ബ്ലോക്ക് പണിയാൻ വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട്. പദ്ധതിക്കാവശ്യമായ എസ്റ്റിമേറ്റും മറ്റ് അനുമതികളും ലഭ്യമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും സാങ്കേതിക അനുമതി ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.